ഹേയ് ഗെയിമേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില ഗെയിംസ് ശരിക്കും ചില രാജ്യങ്ങളിൽ ബാൻഡ് ആണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ ബാൻ ചെയ്യപ്പെട്ട 10 ഗെയിംസ് ആണ്. ഇതിലെ ചില ഗെയിംസ് നിങ്ങളെ ശരിക്കും ഷോക്കാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായി തന്നെ കാണുക. ആദ്യത്തെ ഗെയിമാണ് മാൻ ഹണ്ട് 2. ഇതൊരു സ്റ്റിൽഡ് ഹൊറർ ഗെയിമാണ്. പിന്നെ ഇതിലെ അൾട്രാ വയലൻസ് സീൻസ് കൊണ്ട് UK, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഈ ഗെയിം ബാൻ ചെയ്തു. ഗെയിം നമ്പർ 2 GTA സാൻ ആൻഡ്രസ്. ഈ ഗെയിം അറിയാത്തവരായി അധികം ആരും ഉണ്ടാകില്ല, കാരണം അത്രയ്ക്ക് പോപ്പുലറായ ഒരു ഗെയിമാണ് സാൻ ആൻഡ്രസ്. നമ്മളെപ്പോലുള്ളവരുടെ ചൈൽഡ്ഹുഡ് ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു ഗെയിമും കൂടിയാണ് സാൻ ആൻഡ്രസ്. GTA സാൻ ആൻഡ്രസിനെ പറ്റിയുള്ള നിങ്ങളുടെ ഓർമ്മകൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ ഗെയിം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ബാൻഡാണ്. അതിന് കാരണം ഹോട്ട് കോഫി മോഡ് എന്നൊരു ഹിഡൻ അഡൽട്ട് കണ്ടന്റ് കൊണ്ടാണ്. ഗെയിം നമ്പർ 3 പോസ്റ്റൽ 2. ഇത് ഫുൾ ഒഫൻസീവ് ആയ കണ്ടന്റും വയലൻസും കൊണ്ട് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിൽ ബാൻ ചെയ്തു. ഗെയിം നമ്പർ 4 കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ 2 അഥവാ COD. ഇതിലെ നോ റഷ്യൻ മിഷൻ കൊണ്ട് റഷ്യയിൽ ടെമ്പററിയായി ബാൻ ചെയ്തു. മിഷനിലെ ഇന്നസെന്റ് സിവിലിയൻസിനെ ഷൂട്ട് ചെയ്യുന്നു വളരെ കോൺട്രവേഴ്ഷ്യലാക്കി. പിന്നീട് ഈ ഒരു ഗെയിമിന്റെ ആ മിഷൻ അബോർട്ട് ചെയ്ത് റഷ്യയിൽ റീ റിലീസും നടത്തിയിരുന്നു. ഗെയിം നമ്പർ 5 ബുള്ളി. ഇതൊരു സ്കൂൾ ബേസ്ഡ് ഗെയിമാണ്. പക്ഷേ ഈ ഗെയിം ബ്രസീലിൽ ബാൻ ചെയ്തു. അതിന് കാരണം പേര് പോലെ തന്നെ സ്കൂൾ കുട്ടികളെ ബുള്ളി ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന ആക്ഷേപം തന്നെയാണ്. ഗെയിം നമ്പർ 6 കമാൻഡോ ആൻഡ് കോൺകറർ ജനറൽസ്. കമാൻഡോ ആൻഡ് കോൺകറർ ജനറൽസ് ഇതിലെ ചൈനീസ് ആർമീനെ നെഗറ്റീവായി കാണിക്കുന്നത് കൊണ്ട് ചൈന ഇത് ബാൻ ചെയ്തു. ചൈനീസ് ആർമീനെ മാത്രമല്ല, ചൈനീസ് ഗവൺമെന്റിനെയും ഇതിൽ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഗെയിം നമ്പർ 7 റേപ്ലേ. ഇത് വളരെ ഡിസ്റ്റർബിംഗ് ആയ ഒരു ഗെയിമാണ്. ഇതിലെ സെക്ഷുവൽ വയലൻസ് തീംഡ് സീൻസ് കൊണ്ട് ഇത് പല രാജ്യങ്ങളിലും ബാൻഡാണ്. ഗെയിം നമ്പർ 8 ബാറ്റിൽഫീൽഡ് 4. ചൈനയിൽ ബാൻ ചെയ്തു. അതിന് കാരണം ഗെയിമിൽ ചൈനയെ ഒപ്പോസ് ചെയ്യുന്ന സ്റ്റോറി ലൈൻ ഉണ്ട്. ചൈനയെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ട് ചൈനയിൽ ഈ ഗെയിം ബാൻഡാണ്. ഗെയിം നമ്പർ 9 വൂൾഫൻസ്റ്റീൻ സീരീസ്. വൂൾഫൻസ്റ്റീൻ ഈ ഗെയിമിൽ നാസി സിംബൽസ് ഉള്ളതിനാൽ ജർമ്മനിയിൽ സ്ട്രിക്റ്റ് ആയി റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല വെർഷൻ ഗെയിംസും നാസി സിംബൽസ് ഉള്ളതുകൊണ്ട് ജർമ്മനിയിൽ ബാൻഡാണ്. ഗെയിം നമ്പർ 10 ഈ ഒരു ഗെയിം പലരുടെയും ഫേവറേറ്റും ഇന്ത്യയിൽ അത്രത്തോളം വൈറലുമായ ഒരു ഗെയിമാണ്. ഈ ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ ഈ ഒരു 10 സെക്കൻഡ്സിൽ താഴെ കമൻറ്റ് ചെയ്യുക. വേൾഡ് വൈഡ് ഈ ഒരു ഗെയിം വൈറലായിരുന്നു. ആൻഡ് ഫോണും കൊണ്ട് പുറത്തിറങ്ങിയവൻ പോക്കിമോനെ അന്വേഷിക്കാതെ നടന്നിട്ടുമില്ല. ഗെയിമിന്റെ പേരാണ് പോക്കിമോൻ ഗോ. ഇറാനിലും ചൈനയിലും ഇന്ത്യയിലെ ചില ഏരിയാസിലും ബാൻ ചെയ്തതായിരുന്നു. സേഫ്റ്റി ഇഷ്യൂസ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി കൺസേൺസ് കൊണ്ടാണ് ഈ ഗെയിം ബാൻ ചെയ്തത്. ഇന്ന് പറഞ്ഞതുപോലെ ഗെയിമിംഗ് ജസ്റ്റ് എന്റർടൈൻമെന്റ് മാത്രമല്ല, ചില സമയത്ത് ഇത് കോൺട്രവേഴ്സിയും ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ബൈ ഗൈസ്.